ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിലും കണ്ണീരിൻ്റെ കഥ മാത്രം പറയാൻ ബാക്കി ഉണ്ടാവുകയുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇനി ഏകദേശം 12 മത്സരങ്ങളോളം ബാക്കിയുണ്ട്. പക്ഷേ ഈ ഒരു കളിശൈലിയുമായി മുന്നോട്ട് പോയാൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫിൻ്റെ ബക്കത്ത് പോലും എത്താൻ പറ്റില്ല. കഴിഞ്ഞ മത്സരത്തിലെ അതിദാരുണമായിട്ടുള്ള പരാജയത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഒരുപാട് നിരാശയിലാണ്. കാരണം 10-11 വർഷമായിട്ട് ഈ ടീമിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം, ആരോഗ്യം, എനർജി, ഇതൊക്കെ അതായത് പൈസ പോലും സ്പെൻഡ് ചെയ്തിട്ട് ഈ ടീമിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന പലർക്കും വലിയ തിരിച്ചടികളാണ് കഴിഞ്ഞ കുറച്ച് സീസണായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ നിഖിലിനെ പോലെയുള്ള ആൾക്കാർ, കരോളിസ് കിങ്സിനെ പോലെയുള്ള ആൾക്കാർ ഈ സീസണിലേക്ക് എന്ത് ഒലക്ക പ്രതീക്ഷിച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്ത് ഒലക്ക ആരാധകർക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടാണ് കടന്നു വന്നതെന്ന് ഇപ്പോഴും നമുക്ക് ആർക്കും അറിയില്ല. സീസൺ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ സീസണോട് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് മിക്കവാറും നല്ല തെറിവിളികൾ വിളിച്ചു കൂട്ടാനായിട്ട്, അതായത് നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. സോ അത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയേണ്ടത് ഈ സീസണിലെ ഡിഫൻസ് നിരയാണ്. വളരെ ദാരിദ്ര്യവും ദയനീയകരവുമായിട്ടുള്ള ഒരു ഡിഫൻസ് നിരയാണ് 2024-25 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മിക്കായിൽ ഷെഹ്റെ തിരഞ്ഞെടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയേണ്ടത് 10-12 മത്സരം കഴിഞ്ഞിട്ടും ഈ മനുഷ്യനിക്ക് ഇതുവരെയായിട്ട് ഒരു സ്ക്വാഡ്, പ്രോപ്പറായിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ള ഡിഫൻസുള്ള ഒരു സ്ക്വാഡ് തിരഞ്ഞെടുക്കാനായിട്ട് നെയ്തെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള സംഭവമാണ്. സോ അതിലൊക്കെ നമുക്ക് വരാം. പക്ഷേ ഡിഫൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഡിഫൻഡർ എന്ന് പറയുന്നത് നവോച്ച സിംഗ് മാത്രമാണ്. നവോച്ച സിംഗും ഇപ്പോൾ ചില കളികളിലായിട്ട് നിറം മങ്ങിയ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. മിലോസിൻ്റെ ഒരു സ്റ്റോറിയൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടു. സോ അതിനൊക്കെ മിലോസ് അർഹനാണോ, അങ്ങനെയുള്ള സ്റ്റോറി ഇടാൻ പോലും അർഹനാണോ എന്ന് പോലും അറിയില്ല. കാരണം അത്രക്കും ദാരിദ്ര്യകരമായിട്ടുള്ള അവസ്ഥയിലൂടെയൊക്കെ മിലോസ് കടന്നു പോയിട്ടുണ്ട്. എന്നിട്ട് ഒരു പുലി ഇങ്ങനെ പതുങ്ങിയിരിക്കുക, അതായത് ബാക്കിയുള്ള ആട്ടുംകുട്ടികളൊക്കെ ഇങ്ങനെ കളത്തിലേക്ക് ഇറക്കി വിടുന്നു, അങ്ങനെ ഒരു സ്റ്റോറി ഇടാൻ പോലും അദ്ദേഹം അർഹനല്ല. സോ എന്ത് തന്നെ വന്നാലും അലക്സാൻഡ്രോ കൊയ്ഫിനെ ഞാൻ നല്ല രീതിയിൽ പൊക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഏറ്റവും വലിയ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഇതുവരെയായിട്ട് ലെസ്കോവിച്ചിൻ്റെ പകരക്കാരനായിട്ട് കൊണ്ടുവരാൻ ഒരു പ്രോപ്പർ ഡിഫൻഡറെ കേരള ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമായിട്ടുള്ള സത്യമാണ്. ബിക്കോസ് അങ്ങനത്തെ ഒരു ഡിഫൻഡറെ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ കിട്ടിയിട്ടില്ല. ഇനി ഈ ഡിഫൻസ് ലൈനിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് നേരെ നമ്മുടെ മിഡിലേക്ക് വരാം. മിഡിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് പലരും അങ്ങനെ ചിന്തിച്ച് തുടങ്ങുന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു DMF എന്ന് പറയുന്ന റോൾ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു കളിക്കാരനില്ല. അതൊരു പരമാർത്ഥമായിട്ടുള്ള സത്യമാണ്. നിങ്ങൾ എവിടെ വേണമെങ്കിലും എടുത്തു നോക്കിക്കോ, സ്ട്രെങ്ത്തും ഫിസിക്കലായിട്ടുള്ള കഴിവുള്ള ഒരു കളിക്കാരനെ ജസ്റ്റ് ഒന്ന് നമ്മുടെ മിഡ്ഫീൽഡിൽ കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. സോ നിങ്ങളിപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഡിഫൻസ്, അതായത് ഡിഫൻസീവ് മിഡ്ഫീൽഡ് ലൈനിലേക്ക് നോക്കുക, മുംബൈ സിറ്റി FC ഡിഫൻസീവ് മിഡ്ഫീൽഡ് ലൈനിലേക്ക് നോക്കുക, ബാംഗ്ലൂർ FC നോക്കുക. ഇവർക്കൊക്കെ ഇപ്പോൾ മുംബൈ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം യോൽവാൻ നീഫ്, മുഹമ്മദ് അലി ബെമാമർ, അതുപോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC, ഇവരുടെയൊക്കെ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രെങ്ത്തും സ്ട്രോങ്ങും ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സാണുള്ളത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിപിന് നല്ലൊരു മിഡ്ഫീൽഡറാണ്, അതുപോലെ തന്നെ ഫ്രെഡി അത്യാവശ്യം കൊള്ളാം, ലൂണ നല്ലൊരു മിഡ്ഫീൽഡറാണ്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഒരു DMF അത് നമുക്ക് കമ്മിയുണ്ട്. ഇവരെക്കൊണ്ട് ആരെക്കൊണ്ടും നല്ല രീതിയിൽ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ട് കളിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരു പക്ഷേ ഫ്രെഡിനെ കൊണ്ടാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയൊക്കെ ഫിസിക്കലിട്ട് കളിക്കാനായിട്ട് കഴിയുന്നത്. പക്ഷേ അതും ഒരു പരിധിയൊക്കെ ഉണ്ട്. അദ്ദേഹത്തിനും വലിയ രീതിയിലൊന്നും ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള താരങ്ങളെ വെച്ച് നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ രീതിയിൽ ഒരിക്കലും കഴിയണില്ല എന്നുള്ളതാണ്. കാരണം ഒരു നല്ല വിദേശ താരമായിട്ടുള്ള ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ എത്തിക്കുന്നതിൽ വൻ പരാജയമായി തീർന്നിട്ടുള്ള ഒരു മാനേജ്മെൻറ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴും നോഹ സദോയിയെ മാത്രം ലക്ഷ്യം വെച്ചിട്ട് മുന്നേറ്റം നെയ്തെടുക്കുന്ന ഒരു ടീമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. സോ ഈ 12 മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ നോഹ സദോയിലേക്ക് എങ്ങനെയെങ്കിലും പന്തെത്തിച്ച് അദ്ദേഹം കട്ട് ചെയ്ത് ഡ്രിബിൾ ചെയ്ത് മുന്നേറി സ്കിൽഫുൾ മൂവ്മെൻറ്റുകൾ നടത്തി ഗോൾ കണ്ടെത്തും എന്നുള്ള വിശ്വാസം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളുടെ മൈൻഡിൽ പോലും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഈ ഉറവിടം എവിടെ നിന്നാണെന്നാണ് ഇപ്പോഴും മനസ്സിലാവാത്തത്. നമ്മളെ കോച്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള ഒരു സീസണിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹത്തിന് ഒരു നല്ല വാക്ക് പോലും പറയാനായിട്ട് കഴിയാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത്തവണ ഈ കോച്ചിനെ ടീമിലേക്ക് എത്തിക്കുമ്പോൾ കരോളിസ് കിങ്സ് പറഞ്ഞിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ടായിരുന്നു, വെറും പുട്ടുപോലത്തെ വാക്കുകൾ. അതൊക്കെ എടുത്തെറിയാനായിട്ടാണ് തോന്നുന്നത്. ഇനി നമുക്ക് നേരെ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരിക്കലും ഒരു ടീമും കൊതിക്കാത്തൊരു മാനേജ്മെൻറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റിന് ഇപ്പോഴും മൂട് താങ്ങി നിൽക്കുന്ന ചില ഫാൻസുകാരുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലേ, നമ്മുടെ
നിങ്ങളുടെ ടീമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരൊക്കെ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ആരാധകരുടെ ഇമോഷണൽ മുതലെടുക്കുക എന്നുള്ളത് മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എത്ര തന്നെ താന്ന് ആയാലും, അതായത് മോശം പ്രകടനം കാഴ്ചവെച്ചാലും ഗാലറി ഫുള്ളാക്കാനായിട്ട് ടിക്കറ്റ് വാങ്ങാൻ ആൾക്കാരുണ്ടാവും എന്നുള്ളത് ഇവർക്ക് നല്ലവണ്ണം അറിയാം. സോ അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനേജ്മെൻറ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്ന് പറയേണ്ടത്. ഇത്രക്കും താഴ്ന്ന രീതിയിലുള്ളൊരു കോച്ചിനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ ഇവാൻ വുക്കോവനോവിച്ചിനെ ഇപ്പോൾ പലരും പറയുന്നുണ്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ കണ്ടു ഇവാൻ വുക്കോവനോവിച്ചിനെ എന്തിനാണ് ഇങ്ങനെ വിളിപ്പിക്കുന്നത്, അദ്ദേഹത്തിന് പോലും ട്രോഫി ഇല്ലല്ലോ എന്ന്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സീസൺ ഫൈനലെത്തിച്ചു, മറ്റേ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടിനൊപ്പം നിന്നാണ് ആരാധകരും കളിക്കാരൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് പുറത്തു പോകുന്നത്. മൂന്നാമത്തെ സീസണിൽ മെയിനായിട്ടുള്ള ഉള്ള താരങ്ങൾക്കെല്ലാം പരിക്കാണ്. ആർക്കാണ് പരിക്കല്ലാത്തത്? പെപ്രയ്ക്ക് പരിക്കാണ്, ലൂണക്ക് പരിക്കാണ്, ലെസ്കോവിച്ചിന് വരെ പരിക്കായി. എന്നിട്ടും അങ്ങനെ ഒരു ടീമിനെ കൊണ്ട് 4-4-2 എന്ന് പറയുന്ന ഫോർമേഷനൊക്കെ കളിപ്പിച്ച് ഇന്ത്യൻ താരങ്ങളൊക്കെ നല്ല രീതിയിൽ ഡെവലപ്മെൻ്റ് ആക്കി എടുത്തിട്ട് നമ്മളെ ടീമിനെ പ്ലേ ഓഫിൽ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ മാത്രം കഴിവാണ്. ഒരു കോച്ചിനെ പുകഴ്ത്തുന്നതിലും തിരിച്ചു കൊണ്ടുവരാൻ പറയുന്നതിലും ഒരു മടിയും കാണിക്കണ്ട. കാരണം അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ഒരു ഹീറോയിസം മിക്കായിൽ സ്റ്റേറക്ക് കാണിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അടുത്ത മത്സരം എന്ന് പറയേണ്ടത് മോഹൻ ബഗാൻ, ജംഷഡ്പൂർ ഇങ്ങനെയുള്ള നല്ല ടീമുകളുടെ അറ്റാക്കിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്ന ടീമുകളെടുത്ത് ആണ് അടുത്ത മത്സരങ്ങൾ കിടക്കുന്നത്. ഇപ്പോൾ ചെന്നൈയിൻ FC വിജയിച്ചു എന്ന് കരുതിയിട്ട് ബാക്കിയുള്ള ടീമൊന്നും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഒരു മത്സരം വിജയിക്കുന്നു, ഒരു മത്സരം പരാജയപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ തുടർച്ചയായിട്ട് നല്ലോണം പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണക്കാരെന്ന് പറയേണ്ടത് വ്യക്തമായിട്ടും നമ്മുടെ മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഈ ഒരു കളിശൈലിയായിട്ട് ഇനി 12 മത്സരങ്ങളും കളിക്കാൻ പോയാൽ ഈ ഒരു തവണയും ടേബിളിൽ 12ാം സ്ഥാനത്തോ അല്ലെങ്കിൽ 10-11 സ്ഥാനത്തോ നിലയുറപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തുക. നമുക്കുള്ള ഇന്ത്യൻ പ്ലേയേഴ്സിനെ പോലും ഇറക്കാനായിട്ട് കോച്ച് സംതൃപ്തനാവണില്ല എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സന്ദീപ് സിംഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5-6 മത്സരങ്ങളായിട്ട് വൻ പരാജയം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. അട്ടർ ഫ്ലോപ്പാണ്. എന്നിട്ടും വീണ്ടും ഫസ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവന്നിടുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ പ്രബീർദാസൊക്കെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രബീർദാസിൻ്റെ ക്രോസൊക്കെ നമ്മൾ കണ്ടു. സോ ആ ഒരു ടൈമിൽ നമുക്കറിയാം ടീം മൊത്തമായിട്ട് ഓൾ അറ്റാക്കിങ്ങിന് പോയതാണ്. സോ പ്രബീർദാസിൻ്റെ ക്രോസൊക്കെ അവിടെയാണ് ഉപകാരമുണ്ട്. ഇതേ സമയത്ത് ആ ക്രോസൊക്കെ കൊടുക്കുന്നത് സന്ദീപ് സിംഗ് ആണെന്നുണ്ടെങ്കിൽ നിലം പറ്റിയ ക്രോസുകളായിരിക്കും വരാനായിട്ട് പോകുക. അല്ലാന്നുണ്ടെങ്കിൽ ആകാശവാണി അടിച്ച വരി എങ്ങോട്ടെങ്കിലും അടിച്ചു വിടുന്ന പോലെ ആയിരിക്കും. അത്രക്കും ദയനീയകരമായിട്ടുള്ള കളി കാഴ്ചവെക്കുന്ന ഒരു താരമാണ് സന്ദീപ് സിംഗ് എന്ന് പറയുന്നത്. സോ അത് കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇത് വലിയ രീതിയിൽ വിമർശിക്കുകയല്ല. കാരണം നമുക്കൊക്കെ അറിയാം നമ്മളെ ടീം എന്ന് പറയുന്നത് 10-11 വർഷമായിട്ട് ഒച്ചയും വിളിയും കൂട്ടുന്ന ആൾക്കാരാണ്. നമ്മൾ ശബ്ദം ഉയർത്തി എനർജി വരെ സ്പെൻഡ് ചെയ്തിട്ട് കളി കാണാൻ പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ടീമിൻ്റെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടെങ്കിലും പറയാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ ആരാധകന്മാരും. ഇപ്പോൾ ഇഷാൻ പണ്ഡിതയെ പോലെയുള്ള താരങ്ങളൊക്കെ ഉണ്ട്, ഇന്ത്യൻ താരങ്ങൾ. ഇവരൊക്കെ എവിടെയെന്ന് പോലും അറിയണില്ല. ഈ വെർട്ടിക്കൽ അറ്റാക്കിങ്ങിന് മുൻതൂക്കം കൊടുക്കുന്ന നമ്മുടെ കോച്ചിന് ഇപ്പോഴും ഇഷാൻ പണ്ഡിതയെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തതിൽ വളരെയധികം ഉത്സാഹവും ക്ലേശകരവുമായിരിക്കും. ഇതിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടും ഫ്ലോപ്പായിട്ട് പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന താരങ്ങൾ, ഇപ്പോൾ രാഹുൽ KP പോലെയുള്ള താരങ്ങളെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സന്ദീപ് സിംഗിനെ പോലെയുള്ള താരങ്ങളെ, ഡാനിഷ് ഫാറൂഖിനെ പോലെയുള്ള താരങ്ങളെ, എനിക്ക് തോന്നുന്നു ഡാനിഷിനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കളിക്കളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആ താരങ്ങളൊക്കെ വീണ്ടും കളിപ്പിക്കാൻ ഇദ്ദേഹം കൊടുക്കുന്ന ഒരു മെൻറ്റാലിറ്റി, അതിന് കൊടുക്കണം ആദ്യം സല്യൂട്ട്. എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവരാം. അതുവരേക്കും ബൈ.